ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ CPMൻ്റെ വീഡിയോ അല്ല, നമ്മുടെ ഈ ഫുട്ബോൾ പെസ്സിൻ്റെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു മാച്ച് കളിക്കാനുള്ള പ്ലാനിലാണ്. വേറെ ഒന്നുമില്ല ഗൈസ്. ഹലോ കളിച്ച സ്പാനിഷ് ക്ലബ് ഇത് പ്ലാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും ജയിക്കണം. വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ഒരു മാച്ച് ഇട്ടാ ചുമയൊക്കെയാണ് ഗൈസ്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം കിട്ടുന്ന വീഡിയോ ആണ്. ഒരു CPMൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലിട്ടാണ്, യൂട്യൂബ് ചാനലിലിട്ടാണ്, ഇൻസ്റ്റയിലിട്ടാണ്. നമുക്കെന്നൊരു കളി തുടങ്ങിയിട്ടുണ്ട്. സൗണ്ട് ഞാൻ കുറക്കണം ഗൈസ്, മറ്റേത് നിങ്ങൾക്ക് കേട്ട് തരൂല എൻ്റെ വോളിയം. ഫസ്റ്റ് തന്നെയാണ് ഗോളടിച്ച് വിചാരിച്ചത് ഗൈസ്, പക്ഷെ നടന്നില്ല. ഒരു ചെറുതായിട്ട് പുറത്തേക്കായി. ഇതാണ് ഗൈസ്, ഇതാണ് പ്രശ്നം. ഒരു ഗോൾ അടിച്ചാണ് കയറ്റിയല്ല. മെസ്സിനെ കൊണ്ട് അടിപ്പിക്കുക ഗൈസ്. മെസ്സിയൊക്കെ എന്താ ബാക്കിൽ നിൽക്കണേ. അങ്ങനെ ഇങ്ങനെയും തുടക്കാൻ പറ്റില്ല സാർ. മെസ്സി ഏതാ അത് നമുക്ക് ഹാരി കെയിനെ കൊണ്ട് അടുപ്പിച്ചാൽ അങ്ങനെ മിനിറ്റിന് ഗോൾ ഇങ്ങനെ കയറ്റും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗൈസ് ആ കാര്യം മറന്നേക്കണം ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ മറന്നാണ് ഗൈസ്. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇടുവനി ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒരു വീഡിയോ ഇടും ഗൈസ്. അത് നമ്മളെ CPMൻ്റെ ആണോ, CPMൻ്റെ ഇടാം ഗൈസ്. CPM. അപ്പോൾ ഇന്ന് ഇപ്പോൾ 1:23. ഞാൻ 9 മണിക്കൊരു വീഡിയോ ഇട്ടിട്ടാണ്. ഇനി വൈകുന്നേരം ഒരു 5 മണി 4 മണിൻ്റെ ഉള്ളിലായിട്ട് വീഡിയോ വരും. അപ്പോൾ അത് ഒന്ന് കാണുക, സഹകരിക്കുക ഗൈസ്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബൊന്നും അധികം കിട്ടണില്ല ഗൈസ്, കുറവാണ്. ആ കാര്യം മാത്രമേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞുള്ളത് 15 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് സബ് ചെയ്യുക. ഓക്കെ. ഗൈസ്, കിലീൻ എംബാപ്പെ 3ാമത്തെ ഗോൾ ഗൈസ്. അപ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ എനിക്കൊരു വലിയൊരു സപ്പോർട്ടാകണം ഗൈസ്. അപ്പോൾ ഒന്ന് സഹകരിക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഇപ്പോൾ പറയുന്ന 3 ഗോളാണ്. അപ്പോൾ നിങ്ങളൊന്ന് കളി കണ്ടോ. അവിടെ ഏറ്റവും കൂടുതൽ തന്നെ പുറത്ത് കണ്ടടിച്ച ഗൈസ്. സീനില്ല. നമുക്കൊരു കിഡിൽ ഹെഡാണ് കുത്തിയാലോ. പക്ഷേ സൈക്കിൾ ആ പാസ് നോക്കിയ ഇതാണ് ഗൈസ് എനിക്ക് പറ്റാത്ത. കീപ്പർ ഇറങ്ങി വരുന്നത് എന്തിനാ? കീപ്പറിനോടാണ് നിന്നാ പോരെ. ഓക്കെ ഗോളോ ഇല്ല ഗൈസ്. എംബാപ്പൻ്റെ അടി നോക്കി ഞങ്ങളെ ഓടുന്ന് ഇപ്പോൾ വരും ഗൈസ് സാധനം. അതും ഇടത്തോണ്ടാണ് ഗൈസ് അടിച്ചത്. ഇടത്തോണ്ടോ വലുതോണ്ടാ
ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗെയിമിംഗ് റൂമിൻ്റെ പണി ഉടനെ വരും. അപ്പോൾ നിങ്ങളെന്തായാലും അവരെ ഒന്ന് ക്ഷമിക്കുക. ഗെയിമിംഗ് റൂമിൻ്റെ പണി വരാനും വേണം, ചെയ്യാനും വേണം ഗൈസ് നിങ്ങളെ സപ്പോർട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് വേണം ഒന്നുകൂടി പറയണേ, ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒന്നുകൂടി ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യണമെന്നില്ല ഗൈസ്, ലൈക്കും സബും നോട്ടിഫിക്കേഷൻ അമർത്തുക. ഓക്കെ, സബ് ലൈക്കും ചെയ്താൽ മതി. ഇത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ കണ്ടൻസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വലിയ സെലിബ്രേഷൻ കഴിയണോടത്തേനും അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. 1 2 3. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തെന്ന് വിചാരിക്കുന്നു. ചെയ്യണം ഗൈസ്. ചെയ്യാത്തവരൊക്കെ എന്തിനാ മടി പിടിച്ച് നിൽക്കുന്നത്, ചെയ്യുക ഗൈസ്. ഓക്കെ, ഓഫ് അടി കണ്ട ഗൈസ് നിങ്ങൾ, ഞാൻ പൊന്നെ ഏത്ര കീപ്പർ. ഏതല്ലേ എന്നാലും അടി കിട്ടില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, ഹാഫ് ടൈം 6 മിനിറ്റോ 5 മിനിറ്റാണ് ഗൈസ് ഒരു കളിൻ്റെ മെയിൻ ടൈം. ഓക്കെ, അഞ്ചൻ്റെ സൗണ്ടൊക്കെ കേൾക്കും ഗൈസ്, അതൊന്നും നോക്കണ്ട. ഓക്കെ ഗൈസ്, ആ സെലിബ്രേഷൻ നോക്കിയേ, മെസ്സി ചാടി. മെസ്സിക്ക് എന്താ 8-ാം നമ്പർ? ഇപ്പം എത്ര ആയി? 5 ഗോളായാ? ആരത്? അല്ലെങ്കിലും ഞാൻ കുറച്ച് സീനാണേ. ഒരു വെറൈറ്റി കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ പേരെന്തായാലും ഞാൻ വണ്ടി കൊടുക്കും ഗൈസ്. വണ്ടീൻ്റെ ബാക്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങിയപ്പോൾ, അപ്പോഴൊന്നും ആരും കമൻറ്റ് ഇട്ടില്ല. എന്നാലും ഗൈസ് ഇപ്പോഴൊക്കെ ഇടാൻ നോക്കുക. എന്തായാലും ഞാൻ CPM-ത്തെ നിങ്ങളെന്ത് ചെയ്യുക, ഒരു കണ്ടൻറ്റ് പറയാം. ഒരു അടിപൊളി കിട്ടിലും വെറൈറ്റി കണ്ടൻറ്റ് പറയാം. വെറൈറ്റി കണ്ടൻറ്റ് പറഞ്ഞാൽ ഞാനത് തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഇടണം അറിയോ? ഒന്ന് വെറൈറ്റി കണ്ടൻറ്റ് പറഞ്ഞിട്ട് ഒരു കണ്ടൻറ്റ് ഇടുക. 2 പേര്, 3 ഏത് വണ്ടിമേലാണ് എഴുതേണ്ടത് ഇടുക. കാരവാൻ എഴുതണം, കാരവാൻ എഴുതുക. ഇനിയിപ്പോൾ M5 എഴുതണമെങ്കിൽ M5 എഴുതുക. ഓക്കെ, അപ്പം നിങ്ങളെന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഇനിയാ കാരവാൻ ആർക്കാണ് വേണ്ടത് അവർ കമൻ്റ് ഇടുക. ഞാൻ എപ്പോഴാണ് കാണുന്നത് അപ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും ഗൈസ്. ജസ്റ്റ് ടൈമൊന്ന് പറയാം, എപ്പോഴാണ് സെർവറിൽ കയറുക അറിയാം. പിന്നെ ഈ ID ഒന്ന് വിടുക ഗൈസ്. മൾട്ടിപ്ലെയർ കളിച്ചുമ്പോൾ ID ഉണ്ടാവില്ലേ, ആ ID പറഞ്ഞാൽ ഞാൻ നേരെ നിങ്ങൾക്ക് കയറിയിട്ട് ഞങ്ങൾക്ക് തരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത്രയും പറഞ്ഞാണ് എൻ്റെ തൊണ്ട പറ്റി ഗൈസ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞൊക്കെ ഒന്നിട്ട് ചെയ്യുക. ഞാൻ പറയുന്നില്ല ഗൈസ്, ഇനി പറഞ്ഞാൽ തൊണ്ട അങ്ങനെ പറ്റി നമ്മൾ ഒച്ച വരും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ ഒന്ന് ചെയ്യുക ഗൈസ്, സഹകരിക്കുക. കീപ്പറിൻ്റെ പേരെന്താ? ആൻഡർ കാൻഡേറോ അങ്ങനെ എന്തോ കീപ്പറാണ് ഗൈസ്. ഓഫ് സൈഡ്.
ഓഫ് സൈഡാവോ? കയറി വേടാ, ഇറങ്ങി വേടാ കുട്ടാ. അങ്ങനെ ഇങ്ങനെ തോൽക്കില്ല സാർ. ആൻഡർ കാൻഡറോ. അടിച്ചു വിടുകയാണ് ഗൈസ്. എന്തായാലും 8 അടിച്ചാണ് ഗൈസ്. മടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കളിപ്പിച്ച് ഗൈസ്. എല്ലാവരും 9 ഉണ്ടാക്കലേ. 9 10 പറ്റുന്നുണ്ട് ഗൈസ്. എന്തായാലും ഓലിപ്പോൾ നല്ല കളിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും മുതുക്കയായി. അടിച്ചേക്കാം. അത് കയറിയില്ല. എന്തുണ്ടായി? ഫൗളാ? ഓഫ് സൈഡ് ഗൈസ്. ഞാൻ 6 മിനിറ്റ് മതി ഗൈസ്. അതിനൊക്കെ 6 സെക്കൻഡിന് മുമ്പ് എനിക്ക് ഗോൾഡാണ് ഗൈസ്. ഒരു ഗോളിയാണ് ഗൈസ്. ഹാരി കെയ്ൻ പറ്റും. ഇട്ടിരിക്കും ഗൈസ്. നിങ്ങൾ എൻ്റെ ഇത് ഫോളോ ചെയ്യണം ഗൈസ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാസ്ക് വൈറ്റ് തന്നെയാണ് ഗൈസ് കൊടുത്തിരുന്നത്. ഓക്കെ, കളിപ്പ് കഴിയും ഗൈസ്. അതിന് മുമ്പ് ഒരു ഗോളി വേണ്ട. ഓക്കെ, ഇനി ഗൈസ് അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഉടച്ച് അവസാനിക്കുകയാണ്. ലോങ് ആയിക്കണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ചെയ്യുമായിരുന്നു. എല്ലാവർക്കും ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ.